നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു, ലക്ഷങ്ങളുടെ നഷ്ടം. കുടിവെള്ള പ്രശ്നം വീണ്ടും ചൂടുപിടിക്കുന്നു. ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്നത് MLAയുടെ കഴിവുകേടാണെന്ന് ആക്ഷേപം. BJP ധർണയിൽ പ്രതിഷേധം ഇരമ്പി. കാഞ്ഞങ്ങാട്ടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങി. അന്തർ സംസ്ഥാന കവർച്ചാ സംഘത്തെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാകും. വാഹന നികുതി വർധനയ്ക്കെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. 25-ന് കളക്ടറേറ്റ് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ നായക്സ് റോഡിലായിരുന്നു സംഭവം. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നായക്സ് റോഡിലെ കോഓപ്പറേറ്റീവ് ബാങ്കിന് മുൻവശമുള്ള മെട്രോ ഫർണിഷിംഗ് ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഉച്ചയ്ക്ക് 3:30 സംഭവം. ജനറേറ്റർ മുറിയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തമുണ്ടായതിന് കാരണമെന്ന് സംശയിക്കുന്നു. 2 നില കെട്ടിടത്തിലെ വിനയൽ ഷീറ്റ്, കാർപ്പറ്റ് എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. കാസർഗോഡിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കുടിവെള്ളം വീണ്ടും ചൂടുപിടിക്കുന്നു. കാസർഗോട്ടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സമരം. ಈ 60-61 ವರ್ಷಗಳಲ್ಲಿ ಈವರೆಗೂ ನಮಗೆ ಪರಿಹಾರ ಸಿಕ್ಕಿಲ್ಲ. ಅದರಲ್ಲಿ ಮುಖ್ಯವಾಗಿ ಕಾಸರಗೋಡು ತಾಲೂಕು ಭಾಗದಲ್ಲಿ ಈ ಕುಡಿಯುವ ನೀರಿನ ಅವ್ಯವಸ್ಥೆ ಇದೆ. ಮೊದಲನೇ ನಾನೊಂದು ಒಪ್ಪುಕೊಂಡಾಗ ನೀರು ಬರೀಬೇಕು ಅಂತೇಳಿ ಇದು ಉಪ್ಪು ನೀರು ಒಟ್ಟಿಗೆ ಬರ್ತಾ ಇದ್ದಾರೆ. BJP ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് കുമാർ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള C. നായക്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, S. കുമാർ, P. രമേശ്, സുദാമ ഗോസാഡ, അനിത R. നായക് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജനങ്ങൾ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്നത് MLAയുടെ കഴിവുകേട് കൊണ്ടാണെന്ന് ജനകീയ വികസന സമിതി ഭാരവാഹികൾ. കാസർഗോഡ് പത്രസമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആരോപിച്ചത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ഉപ്പിന്റെ അംശം ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. ഇതിന് പരിഹാരം കാണാൻ നഗരസഭയോ MLAയോ ബന്ധപ്പെട്ട വകുപ്പുകളോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് ജില്ലാ കളക്ടർ പോലും പ്രശ്നത്തിൽ ഇടപെട്ടത്. നഗരസഭാ ചെയർമാൻ പത്രക്കുറിപ്പിറക്കിയതും ഇതിനുശേഷമാണ്. എന്നെ നിൽക്കുന്ന MLA ആകുന്നതിന് മുമ്പ് കാസർഗോട്ടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. MLA ആയതിനുശേഷം പത്രപ്രസ്താവനകളിലൂടെയാണ് അദ്ദേഹം പ്രശ്നത്തിൽ ഇടപെടുന്നത്. ജനകീയാഭിമുഖ്യമുള്ള നേതൃത്വം ഇല്ലാത്തതും ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഇല്ലാത്തതുമാണ് കാസർഗോഡിന്റെ കുടിവെള്ള പ്രശ്നത്തിന്റെ മുഖ്യ കാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇവിടെ രൂക്ഷമായിരിക്കുന്ന ഉപ്പുവെള്ള പ്രശ്നം ഈ മാസം മാത്രം തുടങ്ങിയതല്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്കറിയാം, എല്ലാ കാലവർഷ വേനൽക്കാലം അവസാനിപ്പിക്കുമ്പോൾ കാസർഗോഡ് പരിസര പ്രദേശങ്ങളിൽ രൂക്ഷമായ ഉപ്പുവെള്ള പ്രശ്നവും കുടിവെള്ള പ്രശ്നമുള്ള സംഭവം അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് കാസർഗോഡ് ഉപ്പുവെള്ള പ്രശ്നം ഉള്ളതുപോലെയാണ് ഭരണാധികാരി നമ്മുടെ മുമ്പിൽ ഈ സംഭവം അവതരിപ്പിക്കപ്പെടുന്നത്. കാസർഗോട്ടെ ഈ കുടിവെള്ള പ്രശ്നത്തിനെ കുറിച്ച് തന്നെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് കാരണം. ഇവിടുത്തെ വിശ്വസിക്കേണ്ടത് നമ്മൾ കാസർഗോട്ടെ വിജിലൻസിനെയാണ് വിശ്വസിക്കേണ്ടത്. അവർ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവർക്ക് പരാതി കാസർഗോഡ് അനധികൃത കെട്ടിടത്തെക്കുറിച്ചും മാലിന്യ പ്രശ്നത്തെക്കുറിച്ചും ഞങ്ങൾ പരാതി കൊടുത്ത് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നേ വരെ നടപടിയില്ല. ഒരു പ്രശ്നം പരാതിപ്പെട്ടാൽ അവിടെ പോയി റെയ്ഡ് നടത്തും, രേഖകൾ കണ്ടെത്തും, അത് പത്രത്തിൽ വാർത്തയായി കൊടുത്ത് പിന്നീട് അതിന്റെ ഫോളോ അപ്പ് ഇല്ല വിജിലൻസിന്റെ ഭാഗത്ത്. സൈഫുദ്ദീൻ മാക്കോട്, അബ്ദുറഹ്മാൻ തെരുവത്ത്, അബ്ദുൽ ഹമീദ് ചാത്തങ്ക, ഇസ്മായിൽ ചമ്മനാട്, നൌഫൽ ഒളിയത്തെടുക്ക, ഫക്രുദ്ദീൻ ഒളിയത്തെടുക്ക, അനീഫ് ഒളിയത്തെടുക്ക തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആസ്പത്രിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങി. വാട്ടർ അതോറിറ്റിയുടെ മടിക്കയിലെ ടാങ്കിൽ നിന്നും വെള്ളമെത്തിക്കാനാണ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1 മാസക്കാലമായി രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. വാട്ടർ അതോറിറ്റിയുടെ മടിക്കയിലെ ജലസംഭരണിയിൽ നിന്നും വെള്ളമെത്തിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൈപ്പ് വഴി എത്തിക്കുന്ന വെള്ളം ആശുപത്രി ടാങ്കിലേക്ക് നിറയ്ക്കുന്നതിനുള്ള പ്രവൃത്തി 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിത നന്ദൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ കണ്ടു. അവരുടെ പ്ലാന് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ പുതിയ ലൈന് എടുക്കുന്നത്. ചെമ്മട്ട വയലിൽ കൂടിയുള്ള ഒരു ലൈനാണ് എടുക്കുന്നത്. അപ്പം ആ വെള്ളം കൂടി കിട്ടിയാൽ
സഹായമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനുള്ള എല്ലാ സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ടാങ്കറുകളിൽ ഒരു നേരം മാത്രം എത്തിക്കുന്ന വെള്ളമായിരുന്നു രോഗികളുടെ ഏക ആശ്രയം. ഇതാകട്ടെ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും തികയാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് രോഗികൾ പലരും ആശുപത്രി വിട്ടു. വെള്ളമില്ലാത്തതിനാൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും പേവാർഡിന്റെയും പ്രവർത്തനം നിലച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 4 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് അരയിപ്പുഴയിൽ നിന്നും ആശുപത്രിയിലേക്ക് വെള്ളമെത്തിക്കാനുള്ള സ്ഥിരം സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോപിനാഥൻ പറഞ്ഞു. അതിപ്പോൾ ശാശ്വതമായ പരിഹാരത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് 4 crore ഒരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അരയിപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് സംഭവം വെള്ളം എത്തിക്കാനുള്ള സംവിധാനമാണ് ആക്കുന്നത്. അരയിപ്പുഴയുടെ തൊട്ടടുത്ത് നമുക്ക് 7 സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അനുവദിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു പമ്പ് ഹൗസൊക്കെ കെട്ടി വെള്ളം ഇവിടുത്തെ കൊണ്ടുവരേണ്ട സംവിധാനമാണ് നമ്മൾ നോക്കുന്നത്. വലിയൊരു പ്രോജക്റ്റാണ്, 4 crore പ്രോജക്റ്റാണ്. 75 lakhs ഈ വർഷം സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7 സെന്റ് സ്ഥലം നമുക്ക് തന്നു കഴിഞ്ഞു കലക്ടർ. പാവപ്പെട്ടവരായ രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലെ ജലക്ഷാമത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായതിൽ അധികൃതർക്ക് ആശ്വസിക്കാം. അതേസമയം വേനൽ കനത്താൽ ഈ സംവിധാനം എത്രത്തോളം ഫലപ്രദമായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് അറസ്റ്റിലായ അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് സൂചന. അറസ്റ്റിലായ സംഘത്തിന് ക്ഷേത്ര കവർച്ചയടക്കം നിരവധി കേസുകളിൽ പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു പുറമെ സംഘത്തിലുള്ള മറ്റു ചിലരെ കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ വേണ്ടിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കവർച്ചാ സംഘത്തിന്റെ സൂത്രധാരൻ വയനാട് കുറ്റിയാടി സ്വദേശി ഷിജു, കൂട്ടാളികളായ ചെറുക്കള ഈസ്റ്റ് ബേവഞ്ചിയിലെ അനീഫ, കാഞ്ഞങ്ങാട് മടിയൻ മാണിക്കോത്ത് ഇസ്മായിൽ, മഞ്ചേശ്വരം മൊറത്തണയിലെ സുനൈദ്, മംഗലാപുരം പാണ്ഡേശ്വരത്തെ 16കാരൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂവലിലെ വീട് കവർച്ച കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. കാസർഗോഡ് ഡിവൈഎസ്പി ടി.പി. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വാഹന നികുതി വർധനയ്ക്കെതിരെ മോട്ടോർ തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ മാസം 25-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏപ്രിൽ 1 മുതൽ വാഹന നികുതി 200 മുതൽ 300% വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ, 3 ടൺ വരെയുള്ള ചരക്കു വാഹനങ്ങൾ, ഓട്ടോറിക്ഷ എന്നിവയുടെ 5 വർഷത്തെ നികുതി മുൻകൂറായി ഒന്നിച്ച് അടക്കണമെന്നും ഉത്തരവിറക്കിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുകയാണെങ്കിൽ വർഷം തോറും കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2011 ഏപ്രിൽ മാസത്തിൽ 6,290 രൂപയായിരുന്ന ടെമ്പോ വാനിന്റെ പ്രീമിയം 16,130 രൂപയായി വർദ്ധിപ്പിച്ചു. 3 കൊല്ലം കൊണ്ട് 250% വർധന ഉണ്ടായിരിക്കുന്നത്. അടിക്കടിയുണ്ടാകുന്ന ഇന്ധനവില വർധനവിന് പുറമെ വാഹന നികുതി, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ വർദ്ധിപ്പിക്കുന്നതും മോട്ടോർ വ്യവസായത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. വർദ്ധിപ്പിച്ച നികുതി ഉടൻ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാൻ കേരളത്തിലെ മോട്ടോർ തൊഴിലാളികളുടെ ഐക്യവേദിയായ കോൺഫെഡറേഷൻ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. സമരത്തിന് 1ാം ഘട്ടമായി ഏപ്രിൽ 25-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ കലക്ടറേറ്റ് മാർച്ചും നടത്തും. കാസർഗോഡ് കലക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന മാർച്ചിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുമെന്നും മാർച്ച് മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി. രാഘവൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നികുതി വർധന ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇൻഷുറൻസിന്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഞങ്ങൾ സമരം സംഘടിപ്പിച്ചതാണ്. ഏറ്റവും ഒടുവിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത് ഞങ്ങൾക്ക് മുതലാവുന്നില്ല, കേരളത്തിൽ റോഡ് അപകടം കൂടുതലാണ്, കിട്ടുന്ന പ്രീമിയം തുക കൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഏകപക്ഷീയമായി എല്ലാ വർഷവും ക്രമാതീതമായി ഇൻഷുറൻസിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ 340% ഇത്തവണ ഏപ്രിൽ മാസത്തിൽ വർദ്ധിപ്പിച്ചത്. ഇൻഷുറൻസ് അടച്ചില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല, വാഹനം ഓടിക്കാൻ സർക്കാരിൻ്റെ അധികാരികൾ സമ്മതിക്കില്ല. ഈ ക്രമാതീതമായ വർധനവ് രണ്ടും, വാഹന നികുതി, ഇൻഷുറൻസ് പ്രീമിയം, അതിന് പുറമെ ഇന്ധന വിലക്കയറ്റം, സ്പെയർ പാർട്സിൻ്റെ വിലക്കയറ്റം, ഈ സ്ഥാപനം ഓടിച്ച് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരു ധാരണയില്ലാതെയാണ് ഈ മേഖലയോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് 25-ാം തീയതി കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും ജില്ലാ തലസ്ഥാനത്ത് കലക്ടറേറ്റിന് മുമ്പിലും 100 കണക്കിന് 1000 തൊഴിലാളികൾ പങ്കെടുക്കുന്ന മാർച്ചും ധർണയും നടത്താൻ വേണ്ടി പോകണം. കോൺഫെഡറേഷൻ നേതാക്കളായ ടി.കെ. രാജൻ, ഗിരികൃഷ്ണൻ, വി. വിനോദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മഞ്ചേശ്വരം കണ്ണുതീർത്ത റെയിൽപാളത്തിലുണ്ടായ വിള്ളൽ പൂർണ്ണമായും പരിഹരിച്ചു. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ പാളത്തിൽ വിള്ളൽ കാണപ്പെട്ടത്. കാൽനട യാത്രക്കാരന്റെയും ഗേറ്റ് വാച്ച്മാന്റെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്.
കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മണിയോടെയാണ് മഞ്ചേശ്വരം കണ്ണൂർ തീർത്ഥയിൽ റെയിൽവേ പാളത്തിൽ വിള്ളൽ ഉണ്ടായത്. ഈ സമയത്ത് കണ്ണൂർ പാസഞ്ചർ പാളത്തിലൂടെ കടന്നുപോവുകയും ചെയ്തിരുന്നു. ട്രെയിൻ പാളത്തിലൂടെ കടന്നുപോകുമ്പോൾ ശബ്ദത്തിലുണ്ടായ വ്യത്യാസം അതുവഴി നടന്നു പോവുകയായിരുന്ന കണ്ണൂർ തീർത്ഥയിലെ ഉമേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഉമേഷ് ചെന്ന് പാളം നോക്കിയപ്പോഴാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ഇക്കാര്യം ഗേറ്റ് വാച്ച്മാനെ അറിയിച്ചു. തുടർന്ന് ഗേറ്റ് വാച്ച്മാൻ മംഗലാപുരത്തും വിവരം അറിയിച്ചു. വിവരം അറിയിച്ച ഉടൻ തന്നെ റെയിൽവേ അധികൃതർ ഈ സമയം പാളത്തിലൂടെ കടന്നുവരികയായിരുന്ന മാവേലി എക്സ്പ്രസിനെ ഉള്ളാൽ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. പിന്നാലെ വന്ന മലബാർ എക്സ്പ്രസിനെയും ഉള്ളാൽ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. പിന്നീട് 2 മണിക്കൂറോളം നീണ്ട അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഉമേഷ്. ಸೌಂಡ್ ಕೇಳಿ ಟ್ರೈನ್ ಹೋಗಾಗ ಅಂಚೆ ಬಣ್ಣ ತೂನಗ ಸೌಂಡ್ ಕೇಳಿ ಇಂಚಿನ ತೂತು ನಾನು ಬರ್ತೆ ಒಂದು 5:30 ಗಂಟೆಗೆ ಬಣ್ಣಗ ತೂನಗ ಪಟ್ಟ ಇಂಚ ಕಟ್ಟದುಂಡು ಅಂಚಾನು ಪೋ ಸೀದಾ ಪೋದು ನಾನು ಟ್ಯಾಕ್ರಿ ಅದಕ್ಕೆ ಆಫೀಸ್ಗೆ ಪಂಡೆ ಅಂಚಗಳು ಬರ್ತೇರು ಅದು ತೂಯರು ಅಂಚ ನಾನು ಅಂಚ ಉಂಟುಂತೆ ಮುಪ್ಪ ಪತ್ತದು ತೂಯ ഉള്ള മുപ്പ ഉണ്ടൊന്ന് മുല്ലെങ്കിൽ ഉള്ള കനത്ത ചൂടായിരിക്കും പാളത്തിൽ വിള്ളൽ വീഴാൻ കാരണമെന്നാണ് റെയിൽവേ അധികൃതരുടെ വാദം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അടുക്കത്തുബയൽ അർജാൽ ശ്രീ ധൂമവതി ദൈവസ്ഥാനം വാർഷിക മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. മഹോത്സവത്തിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഓർഫനേജ് ITI ഫെസ്റ്റിന് കാഞ്ഞങ്ങാട്ട് പ്രോച്ചിൽ സമാപനം. വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. കാഞ്ഞങ്ങാട് ഓർഫനേജ് ITI ആർട്സ് ഫെസ്റ്റ് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഹോസ്റ്റർ കേസ് TP സുമേഷ് ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ആ മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുവാനൊക്കെയുള്ള മാറ്റമെടുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ്. നിങ്ങളുടെ എല്ലാവർക്കും നല്ല ഒരു ആർട്ട് ഫെസ്റ്റ് ആസ്വദിക്കുവാനും പങ്കെടുക്കുന്നവർക്ക് അവരുടെ മികവ് തെളിയിക്കുവാനും ഒക്കെയുള്ള അവസരമായി മാറട്ടെ ഈ ആർട്സ് ഫെസ്റ്റിന് ആശംസിക്കുന്നു. A. അമീദാജി അധ്യക്ഷനായി. PH സുഹൈൽ, ഉസ്മാൻ സവാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ AP ശ്രീധരൻ സ്വാഗതവും ജോബിഷ് ജോൺ നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. മണൽക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിൽ മെയ് 5 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, വില്ലേജ് ഓഫീസ്, RD ഓഫീസ് എന്നിവയ്ക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിക്കുക. പൈക്കം ശ്രീ മഹാവിഷ്ണു കുലാല സേവസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വയൽക്കോല മഹോത്സവം സംഘടിപ്പിക്കുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് പരിപാടി. ബൈക്ക് നിർത്തിയതിനു ശേഷം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ BK യൂസഫാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. SFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു സദസ്സ് സംഘടിപ്പിച്ചത്. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് SFI. കാഞ്ഞങ്ങാട്ട് SFI ജില്ലാ കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹികമായ ചുറ്റുപാടുകളുള്ളത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കാത്ത കലാലയങ്ങളിലാണ്. നമുക്കറിയാം, എല്ലാ രംഗത്തും മൂല്യശോഷണമുണ്ട്. രാഷ്ട്രീയത്തിൽ മൂല്യശോഷണമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയപ്പെടും. നമ്മുടെ നാട്ടിലെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 83 കോടി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട വലതുപക്ഷ കക്ഷികളെല്ലാം ജീർണതയുടെ ചടിക്കുള്ളിലാണ്. മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് ആണോ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? SFI ജില്ലാ വൈസ് പ്രസിഡന്റ് MV സുജിത് അധ്യക്ഷനായി. SFI നേതാക്കളായ K സബീഷ്, ഷാലു മാത്യു, PP സിദിൻ, മീര ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. സർമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു, ലക്ഷങ്ങളുടെ നഷ്ടം.
കുടിവെള്ള പ്രശ്നം വീണ്ടും ചൂടുപിടിക്കുന്നു. ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്നത് MLAയുടെ കഴിവുകേടാണെന്ന് ആക്ഷേപം. BJP ധർണയിൽ പ്രതിഷേധം ഇരമ്പി. കാഞ്ഞങ്ങാട്ടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങി. അന്തർ സംസ്ഥാന കവർച്ചാ സംഘത്തെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാകും. വാഹന നികുതി വർധനയ്ക്കെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. 25-ന് കളക്ടറേറ്റ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.